ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഗുഡ് ഈവനിങ് പറയാൻ മറന്നു കേട്ടോ. ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് എന്തെന്നറിയോ, ഇന്ന് ഞാനൊരു ഫേമസ് ആയ നമ്മുടെ തമ്മനെ അറിയില്ലേ, തമ്മന സ്റ്റാർ. ഫേമസ് ആണല്ലോ നമ്മുടെ തമ്മനയുടെ ഒരു ഡാൻസ് ഒക്കെ അറിയില്ലേ. അപ്പം തമ്മനയുടെ വൈറൽ ഫേസ് സ്ക്രബാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അവിടെ കളറൊക്കെ അറിയാമല്ലോ, വെളുത്ത് ചുമന്നിരിക്കുന്നത്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ മുതൽ അവർ ഇതാണ് ചൈൽഡ്ഹുഡിലല്ല, അവർ ഒത്തിരി അവർ അമ്മ അവർക്കൊക്കെ മീൻസ് അവർ ഇതാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ആ വൈറൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞാൻ കാജൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പോയി ഫേസൊക്കെ വാഷ് ചെയ്താണ് കേട്ടോ. അപ്പം നമ്മുടെ തമ്മന്ന വൈറൽ ഫേസ് സ്ക്രബ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ റെമഡീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഹൻസിക ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. സാൻഡൽവുഡ് പൗഡറാണ്, ചന്ദന പൗഡറാണിത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹണിയാണ്. അത് പിന്നെ നിങ്ങളെ കാണിക്കണ്ടല്ലോ, ഹണി. പിന്നെ നമ്മുടെ കോഫി പൗഡർ നിങ്ങൾക്ക് ബ്രൂ കോഫി പൗഡർ എടുക്കാം, സൺറൈസ് പൗഡർ എടുക്കാം, എന്ത് വേണം എടുക്കാം. അപ്പം ചന്ദന പൗഡറിൻ്റെ മീൻസ് ചന്ദനപ്പൊടിയുടെ ചന്ദനത്തിൻ്റെയൊക്കെ മീൻസ് ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഫേസൊക്കെ നല്ലൊരു സോഫ്റ്റ് ആകാനും നമ്മുടെ റെഡിഷൊക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ പോലത്തെ എന്തെങ്കിലും കുറയാനും ഒക്കെ ദാറ്റ് ഈസ് മെഡിസിനാണ്, നിങ്ങൾക്കറിയാലോ. അതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഏജിങ് നിലനിർത്താനും ഒക്കെ നമ്മുടെ ആൻറ്റി അക്നിക്കിനും ഒക്കെ നല്ലതാണ് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ. അപ്പോൾ കോഫി പൗഡർ എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ് കോഫി പൗഡർ. അപ്പോൾ നല്ലൊരു മീൻസ് നമ്മുടെ മീൻസ് അത് സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾക്ക് നമ്മുടെ അഗ്നി കുറയ്ക്കാനും നമ്മുടെ ഈ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കുറയാനൊക്കെ നല്ല സൂപ്പറാണ് നമ്മുടെ കോഫി പൗഡർ. ഹണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഹണി എന്ന് പറയുമ്പോൾ നല്ല ഡ്രൈനെസ് കുറയാനും സ്കിൻ നല്ല സ്മൂത്ത് ആകാനും നല്ല മോയ്സ്ചറൈസ് ആകാനും ആണ്. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിന്ന് നമ്മുടെ തമ്മന ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. രണ്ടല്ലോ, ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാന് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് നോക്കിയാൽ നല്ലപോലെ സ്വെറ്റിംഗ് ആകുന്നുണ്ട്. എന്നെ പെട്ടെന്ന് സ്വെറ്റിംഗ് ആവും. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇതിലെന്തോ ഉണ്ടല്ലോ സംഭവം. എന്താ സംഭവം ഉണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. ഇതാണ് ആ പാക്ക്. ഇതിനകത്ത് നമ്മുടെ റോസ് വാട്ടർ. അപ്പം ഈ പാക്കറ്റ് വാങ്ങിയപ്പോഴത്തേക്ക് നോക്ക്, ഒരു പുട്ടാണി, ഒരു സ്മോൾ റോസ് വാട്ടർ ഫ്രീ. നല്ല ഭംഗിയല്ലേ, ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു ബോട്ടിലല്ലേ. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിന് അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഫേസിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു അപ്രോക്സിമേറ്റ് ഒരു സ്പൂണൊക്കെ വെച്ച് അളന്നെടുത്തോളൂ. ഓപ്പൺ ആയിട്ടുണ്ട്. അയ്യോ നമുക്കിതിനകത്ത് വലിയ സ്പൂണാണ്, അതുകൊണ്ട് ഇതിൻ്റെ പകുതി മതി കേട്ടോ. കാരണം ഇതുണ്ടോ, ഹാഫേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഹാഫ് സ്പൂണ് നമുക്കിതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇത് കണ്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ബ്രൂ കോഫി പൗഡർ. ഇത് നമുക്കൊരു ഹാഫ് സ്പൂൺ മതി കേട്ടോ. ഇതുണ്ടോ, സെയിം അളവ് തന്നെയാണ്. ഇതുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് ഹണി. ഡാബറിൻ്റെ ഹണിയാണ് കേട്ടോ, ചെറുതാണ്. അത് നമുക്ക് മിക്സ് ചെയ്യാൻ എത്ര വേണം അതനുസരിച്ച് എടുക്കണം കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഇതുണ്ടാവും. ഭയങ്കര കട്ടിയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഹണി ഒഴിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ടോ, ഇത് കുറച്ച് തിക്കാണ് കേട്ടോ. കഴുത്ത തേക്കുന്നവർക്ക് കഴുത്ത തേക്കാം. ഞാൻ ഒരിക്കലും ഞാൻ കഴുത്ത തേച്ച് കാണിക്കാറില്ലല്ലേ. നിങ്ങൾക്ക് കുറേ തിക്കായിട്ട് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ
എൻ്റെ ഈ സ്പൂണുണ്ട്. കുറച്ച് റോസ് വാട്ടർ ഉപയോഗിക്കാം. റോസ് വാട്ടർ ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ, കാരണം ഇത് കട്ടിയാവും പെട്ടെന്ന്. കാരണം ഞാൻ നൈറ്റൊക്കെ ചെയ്തിട്ട് മുഖമെല്ലാം ഭയങ്കര ഡള്ളായി, ഭയങ്കര ഡാർക്ക് സർക്കിളൊക്കെ വന്ന് ഒരു മാതിയായിരിക്കുന്നു ഞാൻ. കണ്ടോ? അപ്പം നോക്കി എല്ലായിടത്തും ആയില്ലേ ഫേസിൽ. നമുക്ക് പയ്യൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. പതുക്കെ ചെയ്താൽ മതി, കാരണം അത് ഹണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല തിക്കാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലേ. ടെർമറിക്ക്, ചന്ദനം, ഇതെല്ലാമാണ് പഴയ ആൾക്കാരുടെ സൗന്ദര്യ രഹസ്യം. ഇപ്പോഴും നമ്മളൊക്കെ എല്ലാവരും പോയി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സൗന്ദര്യം വെക്കും അല്ലേ. ഇവിടെയൊക്കെ ബ്ലാക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് പയ്യെ ഇങ്ങനെ തൂത്തെടുക്കണം കേട്ടോ. ഇവിടെ മാത്രം പയ്യെ തേക്കാവുള്ളൂ. നമ്മുടെ ഡെലിക്കേറ്റ് സ്കിന്നല്ലേ ഇവിടെ കണ്ണെന്നൊക്കെ പറയുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഡ്രൈ ആവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഹണിയും വാട്ടറിൽ വാഷ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് വലിയത്തൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ റണ്ണിങ് വാട്ടറിൽ വാഷ്. അപ്പം എൻ്റെ ഫേസ് കണ്ടോ നല്ലപോലെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് തുടച്ചെടുക്കാം നല്ലൊരു സ്മൂത്തായ പോലെ. ഇത് കണ്ടോ, ഫേസ് ഉണ്ടോ നിങ്ങൾ? നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല നോക്ക് നല്ലൊരു എന്നാ പറയുക, നല്ലൊരു സൂപ്പർ എന്താ പറയുക, സ്മൂത്ത് ആൻഡ് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, അപ്പം നമ്മുടെ സാൻഡൽവുഡിനും ഹണിക്കും പിന്നെ എന്താ ബ്രൂ കോഫിക്കും ഒക്കെ എന്താണെന്നറിയാം. അപ്പോൾ ചുമ്മാ നല്ല നമ്മുടെ തമ്മനെല്ലാം ഇങ്ങനെ ഇരിക്കുന്നല്ലേ, നല്ല സൂപ്പറായിട്ട്. അവർക്ക് ഹോം റെമഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും, കാരണം അങ്ങനെ നല്ലൊരു ഫേസൊക്കെ നല്ല സൂപ്പറായിട്ടൊരു മാർക്ക് പോലും ഇല്ലാതല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഈ റെമഡീസ് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ഗ്ലോ ആണ് തരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. ഇത്ര സമയമുള്ള ഫേസ് ഒന്നും അല്ല. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഇന്നലെ എനിക്ക് ഓഫ് എടുത്തിട്ട് ഞാൻ നൈറ്റ് ആയിരുന്നു, ഇന്നലെ കുറച്ച് ഓഫ് എടുത്തിട്ട് പോയതാണ്. പക്ഷേ ഇന്നും എനിക്ക് ആ ടയർഡ്നെസ് ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം നോക്കി, ഞാൻ ആദ്യം എടുത്ത വീഡിയോയിലൊന്നും അല്ലല്ലോ അല്ലേ, കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എനിക്ക് കമൻ്റ് ഇടുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അപ്പോഴുണ്ടല്ലോ ഈ ഫേസ് സ്ക്രബ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. വീക്ക്ലി വൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ബെനിഫിറ്റ് നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും, ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ആണെങ്കിലും നമ്മൾ 5 to 7 days എടുത്താൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ കുറയുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രാവശ്യം തേച്ചാലൊന്നും നമ്മുടെ ഗ്ലോ അങ്ങനെയൊന്നും വരത്തില്ല. കണ്ടിന്യൂ നമ്മളൊരു കുറച്ച് ദിവസം തേക്കുമ്പോഴാണ് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുക. ഓക്കെ.